ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ ചോദ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിട്ടുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് റിട്ടുകളെ കുറിച്ചാണ്. അതായത് നമ്മൾ ഈ 18-ാം തീയതി 10th പ്രിലിംസ് എക്സാം സ്റ്റാർട്ടാവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി ലെവൽ എക്സാംസുകളുണ്ട്. ഡിഗ്രി മെയിൻ എക്സാം ഉണ്ട്. ഡിഗ്രി പ്രിലിംസ് ഈയിടെ കഴിഞ്ഞു. ഇനി ഡിഗ്രി മെയിൻസ് വരുന്നുണ്ട്. പിന്നെ 2027 LD വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റ് പ്രിലിംസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പങ്കെടുക്കുന്നവർക്കും, ഇപ്പോൾ PSCയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ റിട്ടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പോലും ചോദിക്കാത്ത ഒരു പരീക്ഷയും ഉണ്ടാവാറില്ല. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കൂ, അല്ലെ റിട്ടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമെങ്കിലും ഉണ്ടാവും. കാരണം റിട്ട് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സിലബസിലും പല എക്സാംസിൻ്റെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ റിട്ടിന് അത്രയും പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് റിട്ടിനെ കുറിച്ചാണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ കാണുന്നതോടുകൂടി എന്താണ് റിട്ട് എന്നും ഏതൊക്കെ തരം റിട്ടുകളുണ്ടെന്നും അതിൻ്റെ ചെറിയ ഹിസ്റ്ററികളും എല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്താണ് റിട്ട്? നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്താണ്? അതായത് നമ്മൾ സ്ലൈഡ് കൊടുത്തതുപോലെ തന്നെ റിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ട് എന്നാൽ ഒരു കോടതി സുപ്രീം കോടതി ആവാം അഥവാ ഹൈക്കോടതി ആവാം. ഈ രണ്ട് കോടതിക്കാണ് ഇന്ത്യയിലെ പരമോന്നത കോടതികളാണ് സുപ്രീം കോടതി ആയാലും ഹൈക്കോടതി ആയാലും ഈ രണ്ട് കോടതികൾക്കാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത്. അപ്പോൾ കോടതി, അതായത് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരിയോടോ എന്തെങ്കിലും ചെയ്യാനോ ചെയ്യാതിരിക്കാനോ നിർദ്ദേശിച്ച് നൽകുന്ന ഔപചാരിക രേഖാമൂലമുള്ള ഉത്തരവിനെയാണ് റിട്ട് എന്ന് പറയുന്നത്. ഒന്നുകൂടെ സ്പെസിഫിക് ആയി പറയുകയാണെങ്കിൽ, അതായത് ഒരു വ്യക്തിക്ക് ഒരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക പ്രവൃത്തികൾ ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ നിന്നും വിട്ടു നിൽക്കാനോ ഉത്തരവിട്ട് പരമോന്നത കോടതികൾ, സുപ്രീം കോടതി ആയിക്കോട്ടെ ഹൈക്കോടതി ആയിക്കോട്ടെ, നൽകുന്ന രേഖാമൂലം നൽകുന്ന ഔദ്യോഗിക നിയമപരമായ ഉത്തരവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിട്ട് എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു മൗലികാവകാശ ലംഘനം ഉണ്ടാവുകയാണെന്ന് വെച്ചോളൂ. എന്തെങ്കിലും മൗലികാവകാശ ലംഘനം ഉണ്ടാവുകയാണ്. അപ്പോൾ അതിന് നീതി തേടാനായി, ഉദാഹരണത്തിന് ഒരു വ്യക്തിയെ ഒരാൾ അനധികൃതമായി തടങ്കലിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ വേണ്ടി നമ്മൾ റിട്ട് പുറപ്പെടുവിക്കുന്നു. റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഹൈക്കോടതിക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ നീതി തേടാനായി ഈ ഉത്തരവുകൾ ഉപയോഗിക്കുന്നു. ഇതിനെയാണ് നമ്മൾ റിട്ട് എന്ന് പറയുന്നത്. ഓക്കെ? എന്താണ് റിട്ട് കൊണ്ടുള്ള ഉപകാരം? അതായത് നമുക്ക് എന്താണ് റിട്ട് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്? ഭരണഘടനാ പരിഹാരമാണ് റിട്ട് നൽകുന്നത്, അല്ലേ? ഭരണഘടനാ പരിഹാരമാണ്. റിട്ടിനെയാണ് അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് പറയുന്നത്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് പറയുന്നത് റിട്ടുകളെയാണ്. ഇനി നമ്മൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ എവിടെ നിന്നാണ് റിട്ട് ഉത്ഭവിച്ചത്? അതായത് ഇതിൻ്റെ ഉത്ഭവം, നമ്മളുള്ള ഭരണഘടനേൻ്റെ ഒക്കെ ഉത്ഭവം തന്നെ എന്താണ്? ബ്രിട്ടീഷുകാരിൽ നിന്ന് അല്ലെങ്കിൽ ഫോറിനേഴ്സിൽ നിന്നാണ്, അല്ലേ? യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ പേരാണ് നമ്മളെ ഭരണഘടനയിൽ, പ്രത്യേകിച്ചും ഇംഗ്ലണ്ടിൽ. അപ്പോൾ അതുപോലെ റിട്ട് എവിടെ നിന്നാണ് വരുന്നത്? ഇംഗ്ലീഷ് കോമൺ ലോയിൽ നിന്നാണ്, ഇംഗ്ലീഷിൻ്റെ പൊതു നിയമം, അതായത് പ്രെറോഗേറ്റീവ് റിട്സ്. ഇതിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യയിലേക്കും റിട്സ് രൂപപ്പെട്ടു വരുന്നത്, റിട്സ് ഉണ്ടാകുന്നത്. അതായത് നിങ്ങൾക്കറിയാം, നമ്മൾ 1600-കളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവടക്കാരുടെ രൂപത്തിൽ ഇന്ത്യയിലെത്തുന്നു. അതിനുശേഷം ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഇംഗ്ലണ്ടിൽ നിലവിലുണ്ടായിരുന്ന പല നിയമങ്ങളും അവർ ഇന്ത്യയിലും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ചില നിയമങ്ങളാണ് റിട്സും. ഇവിടെ പ്രെറോഗേറ്റീവ് റിട്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിയമങ്ങളും വരുന്നത്. അതായത് പ്രെറോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലണ്ടിലെ രാജാവ്, അതായത് നമ്മുടേതിപ്പം ഡെമോക്രാറ്റിക് നേഷൻ ആണെങ്കിലും ഇപ്പോഴും ബ്രിട്ടനിലൊക്കെ രാജാധികാരമുണ്ട്, അല്ലേ? അതായത് മുൻകാലങ്ങളിൽ അവിടുത്തെ രാജ്ഞിയുടെ ചില പ്രത്യേക അധികാരം ഉണ്ടായിരുന്നു. അതിനെയാണ് പ്രെറോഗേറ്റീവ് റിട്സ് എന്ന് പറയുന്നത്. രാജാവിൻ്റെ പ്രത്യേക അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് രാജാവിന് മാത്രം ഉണ്ടായിരുന്ന ചില സ്പെഷ്യൽ ഓർഡറുകൾ ഉണ്ടല്ലോ, അതിനെയാണ് പ്രെറോഗേറ്റീവ് റിട്സ് എന്ന് പറയുന്നത്. അതായത് 13-ാം നൂറ്റാണ്ടിൽ രാജാവിൻ്റെ പേരിൽ
കിങ്സ് ബെഞ്ച് കോർട്ട് പുറപ്പെടുവിച്ചതാണ് ഈ പ്രൊറോഗേറ്റീവ് റിട്സ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു രാജാവ് അത്തരം നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നത്? രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം അത്തരം നിയമങ്ങൾ ഉണ്ടായത് എന്തിനു വേണ്ടിയായിരുന്നു? അതായത് കീഴ്ക്കോടതികളെ അല്ലെ കീഴ്ക്കോടതിയിലെ ഒഫീഷ്യൽസിനെ രാജാവിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. അതായിരുന്നു റിട്സ് എന്ന് പറയുന്നത്. അതായത് ഈ റിട്സിൻ്റെ അന്നത്തെ പ്രയോജനം എന്തായിരുന്നു? അവിടുത്തെ കോമൺ പീപ്പിൾസ് ഉണ്ടല്ലോ, കോമൺസിന് രാജാവിനോട് നേരിട്ട് ഒരു പരാതി പറയണമെങ്കിൽ ഈ റിട്ട് മൂലം പറയാൻ പറ്റുമായിരുന്നു. ഓക്കെ, ഈ റിട്ടിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി റെമഡിയാണ്. അതായത് റെമഡി എന്ന് പറഞ്ഞാൽ പരിഹാരമാണ്. എക്സ്ട്രാ ഓർഡിനറി, സാധാരണ കാര്യങ്ങൾക്കല്ല പരിഹാരം, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള റെമഡി ആയിരുന്നു. അതായത് ഉദാഹരണത്തിന് സാധാരണ കോടതിയിൽ കിട്ടില്ല എന്ന് കരുതുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതിലൊക്കെ പരിഹാരം കാണാൻ റിട്സ് ആയിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കുറേ റിട്സുകളുണ്ട്. അങ്ങനെ ബ്രിട്ടീഷ് ലോയിൽ നിന്നും ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള 5ഓളം റിട്സുകളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ റിട്സിൻ്റെ ഭരണഘടനാ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? റിട്സിന് ചില ഭരണഘടനാ വ്യവസ്ഥകളുണ്ട്. അതായത് റിട്സിന് ഭരണഘടനാ വ്യവസ്ഥകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആർട്ടിക്കിൾ പറയാം അല്ലേ? അതായത് റിട്ടുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിയിൽ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത്. 32 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയാണ്. അതായത് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള ആർട്ടിക്കിളാണ് 32 അല്ലേ? അത് പ്രകാരമാണ് എന്ത് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഈ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള ഈ റിട്ടിനെയാണ് അംബേദ്കർ എന്ത് പറഞ്ഞിട്ടുള്ളത്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് എന്ത്? ആർട്ടിക്കിൾ 32. ഓക്കെ, അതിൻ്റെ സ്വഭാവം എന്താണ്? മൗലികാവകാശം സംരക്ഷിക്കുക എന്നതാണ് ആർട്ടിക്കിൾ 32. മൗലികാവകാശം തന്നെയാണ് ആർട്ടിക്കിൾ 32ൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഇതിൻ്റെ അധികാര പരിധി എന്ന് പറയുന്നത് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാമെന്നതാണ്. അതായത് സുപ്രീം കോടതിയെ നേരിട്ട് ഒരു പൗരന് സമീപിക്കാം ഇത് പ്രകാരം. ഓക്കെ, എപ്പോഴാണ് ഒരു പൗരന് സുപ്രീം കോടതിയെ സമീപിക്കാൻ പറ്റുന്നത്? അതായത് റിട്ടുമായി ബന്ധപ്പെട്ട് സമീപിക്കാൻ പറ്റുന്നത് ഒരു പൗരൻ്റെ മൗലികാവകാശം ലംഘിക്കപ്പെടുമ്പോഴാണ്. ഓക്കെ, അതായത് മൗലികാവകാശം ലംഘിച്ചാൽ റിട്ട് പുറപ്പെടുവിക്കുന്നത് നിരസിക്കാൻ കഴിയില്ല. ഓക്കെ, ഇനി ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ഭരണഘടന അനുമതി നൽകിയിട്ട് ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 226. ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതിയിലേക്ക് വന്നു ചേരുന്നത്. പവർ ഓഫ് ഹൈക്കോർട്ട് ടു ഇഷ്യൂ റിട്സ് എന്നാണ്. അതായത് ഹൈക്കോടതിക്ക് റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 226. ഇതിൻ്റെ പരിധി എന്ന് പറയുന്നത് മൗലികാവകാശമാണ്. അതായത് മൗലികാവകാശമുണ്ട്, മറ്റ് നിയമപരമായ അവകാശങ്ങൾക്കും ഹൈക്കോടതിയെ സമീപിക്കാം. ഓക്കെ, എന്നാൽ സുപ്രീം കോടതിക്ക് മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ സുപ്രീം കോടതിയെ സമീപിക്കാനാവൂ. എന്നാൽ ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ എന്താണ് പ്രത്യേകത? മൗലികാവകാശമുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് നിയമപരമായ അവകാശങ്ങളെയും സംബന്ധിച്ച് നമുക്ക് ഹൈക്കോടതിയെ റിട്ട് പുറപ്പെടുവിക്കാൻ വേണ്ടി സമീപിക്കാം. അതിൻ്റെ ഒരു സ്വഭാവം എന്നാൽ വിവേചനാധികാരമുണ്ട് കോടതിക്ക്. ഇതിൽ വേണമെങ്കിൽ കോടതിക്ക് എന്താണ് പുറപ്പെടുവിക്കാം, നിരസിക്കാം. എന്നാൽ സുപ്രീം കോടതിയിൽ മൗലികാവകാശം ലംഘിച്ചാൽ നിരസിക്കാൻ കഴിയില്ല. അതായത് മൗലികാവകാശം ലംഘിക്കപ്പെട്ടിട്ടുണ്ട്, സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കണം. എന്നാൽ ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ ഹൈക്കോടതിക്ക് അതിൻ്റെ വിവേചനാധികാരമുണ്ട്, നിരസിക്കുകയോ നിരസിക്കാതിരിക്കുകയോ ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് സുപ്രീം കോടതിയെ അപേക്ഷിച്ച് ഹൈക്കോടതിയുടെ അധികാര പരിധി എന്ന് പറയുന്നത് കുറച്ചുകൂടെ വിശാലമാണ് അല്ലേ? അവിടെ എന്താണ് സൂപ്പർവൈസറി
അതായത് മറ്റ് നിയമപരമായ അവകാശങ്ങളോട് പരിഗണിക്കാൻ പറ്റും. സൂപ്പർവൈസറി പവറും ഉണ്ട്, ഒറിജിനലും കൈകാര്യം ചെയ്യാനുള്ള ഒരു അധികാര പരിധി ആർക്ക് വരുന്നുണ്ട്? ഹൈക്കോടതിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയേക്കാൾ വിശാലമാണ് എന്ത്? ഹൈക്കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എത്ര തരം റിട്ടുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് 5 തരം റിട്ടുകൾ നമ്മുടെ മൗലിക അവകാശം ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിച്ചുകൊണ്ട് നേടാവുന്നതാണ്. അത് ഏതൊക്കെയാണ്? ഒന്ന് ഹേബിയസ് കോർപ്പസ് ആണ്. ഒന്നേതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. അതിൽ ഫസ്റ്റ് റിട്ട് എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം ഹാജരാക്കുക എന്ന് പറയും. ടു പ്രൊഡ്യൂസ് ബോഡി, ശരീരം ഹാജരാക്കുക. ഓക്കെ, അതായത് ഇതിന്റെ ലക്ഷ്യം എന്താണ്? നിയമവിരുദ്ധമായി ഒരു വ്യക്തിയെ മറ്റൊരാളോ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും, ഇപ്പോൾ ഉദാഹരണത്തിന് പോലീസായിരിക്കാം, തടങ്കലിൽ വെച്ചു എന്ന് കരുതൂ. ഒരാളോ അല്ലെങ്കിൽ ഒഫീഷ്യൽസോ തടങ്കലിൽ വെച്ചു എന്ന് കരുതൂ ഒരു വ്യക്തിയെ. അപ്പം ആ വ്യക്തിയെ വിട്ടുകിട്ടാനായിട്ട് ഒരു പൗരന് കോടതിയെ സമീപിക്കാനുള്ള അധികാരമാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അതായത് നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്ന ഉത്തരവിനെയാണ് നമ്മൾ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഹേബിയസ് കോർപ്പസ്. ഓക്കെ, ടു ഹാവ് ദ ബോഡി ഓഫ് എന്നാണ് ഇതിന് ഇംഗ്ലീഷ് പറയുക. എന്താണ്? ശരീരത്തെ ഹാജരാക്കുക, അല്ലെ ശരീരം ഹാജരാക്കുക, ഓർ ടു ഹാവ് ദ ബോഡി ഓഫ്. ഓക്കെ, ഒരാളെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. ഉദാഹരണം ഞാൻ പറഞ്ഞത് തന്നെ. എന്താണ്? പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്ത് നിയമപ്രകാരം 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാതെ രഹസ്യമായി തടങ്കലിൽ വെക്കുന്നു കരുതുക. ഈ സാഹചര്യത്തിൽ ബന്ധുക്കൾക്ക് കോടതിയെ സമീപിക്കാം. കോടതി പോലീസിനോട് ആ വ്യക്തിയെ ഉടൻ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിടും. അപ്പോഴെന്ത് സംഭവിക്കും? തടങ്കൽ നിയമവിരുദ്ധമാണെങ്കിൽ അയാളെ മോചിപ്പിക്കും. നിങ്ങൾ ശ്രീനിവാസനും മോഹൻലാലുമുള്ള ഒരു സിനിമ കണ്ടിട്ടുണ്ടാവില്ലേ? ആ സിനിമയിൽ മോഹൻലാലിന് ഒരാവശ്യം വരുമ്പോൾ ശ്രീനിവാസൻ ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു റിട്ടുണ്ട്. അത് ഹേബിയസ് കോർപ്പസ് ആണ്. ഓക്കെ, ഇവിടെ എന്താണ്? ഹേബിയസ് കോർപ്പസ് ഒരാളെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കാനാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഒരു പൗരന് മൗലികാവകാശം ലംഘിക്കപ്പെടുമ്പോൾ, അതായത് ഒരാളെ തടങ്കലിൽ വെക്കുക എന്നുള്ളത് എന്താണ്? അയാളുടെ സ്വാതന്ത്ര്യം എന്ന മൗലികാവകാശത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്. അപ്പോൾ അത് ലംഘിക്കപ്പെടുമ്പോൾ മറ്റൊരാൾക്ക്, ഏതൊരു വ്യക്തിക്ക് ഒരു ഒഫീഷ്യൽസിനോ എവിടെ സമീപിക്കാം? സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാം. അതിനുള്ള അധികാരമാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഏതാണ്? രണ്ടാമത്തെ റിട്ടായിട്ട് വരുന്നത് മാൻഡമസ് ആണ്. എന്താണ് മാൻഡമസ് എന്ന് പറഞ്ഞാൽ? മാൻഡമസ് എന്ന് പറഞ്ഞാൽ നാം ആജ്ഞാപിക്കുന്നു. വി കമാൻഡ്. അതായത് ഇത് ഓർത്തെടുക്കാൻ നിങ്ങൾക്ക് ഒരു എളുപ്പമുണ്ട്. എന്താണ്? കമാൻഡാണ്. കമാൻഡ്. അതിൽ മാൻഡമസ്, മാൻഡ് കമാൻഡ്. അതിൻ്റെ അപ്പുറത്ത് CEO വന്നാൽ എന്തായി? കമാൻഡായി അല്ലേ? അത് ആ ഒരു രീതിയിൽ നിങ്ങൾക്കിത് എളുപ്പം ഓർക്കാം. മാൻഡമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി കമാൻഡ്, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. ആരാണ് ആജ്ഞാപിക്കുന്നത്? ഒരു പൊതു ഉദ്യോഗസ്ഥൻ, ഒരു പൊതുസ്ഥാപനം തുടങ്ങിയവ നിർബന്ധിത പൊതു കർത്തവ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് കോടതിയാണ് ആജ്ഞാപിക്കുന്നത് അല്ലേ? അതായത് തങ്ങളുടെ നിയമപരമായ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ പബ്ലിക് അതോറിറ്റികളെയോ ഉദ്യോഗസ്ഥരെയോ ചുമതലപ്പെടുത്തുന്ന ഉത്തരവിനെയാണ് എന്ത് പറയുന്നത്? മാൻഡമസ് എന്ന് പറയുന്നത്. വി കമാൻഡ് അല്ലേ? എന്താണ്? വി കമാൻഡ് എന്നാണ്. ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. ഉദാഹരണത്തിന്, അതായത് ഈ ഒരു റിട്ടിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു പൊതു ഉദ്യോഗസ്ഥൻ, അതായത് ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽസ് തൻ്റെ നിയമപരമായ കർത്തവ്യം ചെയ്യാതിരിക്കുമ്പോൾ അത് ചെയ്യാൻ കോടതി ആവശ്യപ്പെടുന്നു. കോടതിയെ മറ്റാളുകൾക്ക് സമീപിക്കാം ഇന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അപ്പോൾ കോടതി അതിന് ഉത്തരവിടുകയാണ് ചെയ്യുന്നത്.
അപ്പം ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, നാം ആജ്ഞാപിക്കുന്നു, വി കമാൻഡ്. ഓക്കെ, ഉദാഹരണം നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് അതിനൊരു ഉദാഹരണം പറയാം. അതായത് നിങ്ങളൊരു സർക്കാർ ഓഫീസിൽ ലൈസൻസിനായി എല്ലാ രേഖകളും ഫീസും നൽകി അപേക്ഷിച്ചു. എന്നാൽ നിങ്ങൾക്ക് അർഹതയുണ്ട്, പക്ഷെ ഉദ്യോഗസ്ഥൻ കാരണം കൂടാതെ ലൈസൻസ് തരാൻ വിസമ്മതിക്കുന്നു. നിങ്ങൾ പൃഥ്വിരാജിൻ്റെയും സുരാജ് വെഞ്ഞാറമൂടിൻ്റെയും ഒരു സിനിമ കണ്ടിട്ടില്ലേ? ആ സിനിമ ഏതായിരുന്നു? ഞാൻ പേര് മറന്നുപോയി. അതായത് പൃഥ്വിരാജ് ഒരു ഫിലിം സ്റ്റാർ ആയിരിക്കും അതിൽ, സുരാജ് വെഞ്ഞാറമൂട് ഒരു RTO ഓഫീസറായിരിക്കും. അവിടെ സുരാജ് വെഞ്ഞാറമൂട് പൃഥ്വിരാജിൻ്റെ ലൈസൻസ് തടഞ്ഞു വെക്കുന്നുണ്ട് അല്ലേ, ചില ഈഗോ പ്രശ്നങ്ങൾ കാരണം. അതേ സാഹചര്യം ഇവിടേക്ക് ഓർക്കൂ. അതായത് ഒരു സർക്കാർ ഓഫീസ് ലൈസൻസിനായി എല്ലാ രേഖകളും ഫീസും നൽകി അപേക്ഷിച്ചു. എന്നാൽ അർഹതയുണ്ടായിട്ടും ഉദ്യോഗസ്ഥൻ കാരണം കൂടാതെ ലൈസൻസ് തരാൻ വിസമ്മതിക്കുന്നു എന്ന് കരുതൂ. ഈ സാഹചര്യത്തിൽ ആ ഉദ്യോഗസ്ഥനോട് അയാളുടെ ജോലി ചെയ്യാൻ കൽപ്പിച്ചിട്ട് കോടതി മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാം. നാം കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിക്ക് ഇടപെടാം. ഇതിനെയാണ് മാൻഡമസ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ റിട്ട് ഏതാണ്? പ്രൊഹിബിഷൻ ആണ് മൂന്നാമത്തെ റിട്ട്. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഫോർബിഡ് എന്ന് പറയും. ടു ഫോർബിഡ് എന്ന് പറയുമ്പോൾ അതായത് തടസ്സപ്പെടുത്തുക, അല്ലെ തടയുക, അല്ലെങ്കിൽ വിലക്കുക. അതിനാണ് ടു ഫോർബിഡ് എന്ന് പറയുക. അതെ, ആരാണ് തടയുന്നത്? കീഴ്ക്കോടതിയോ അല്ലെങ്കിൽ ട്രിബ്യൂണലോ. എന്താണ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ? ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ നിശ്ചിത വിഷയങ്ങൾ, അതായത് പ്രത്യേക വിഷയങ്ങളിൽ, അതുപോലെ തന്നെ പ്രത്യേക അധികാരമുള്ള ഔദ്യോഗിക കോടതികളോ സമിതികളോ രൂപീകരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള കോടതികളെയോ സമിതികളെയാണ് ട്രിബ്യൂണലുകൾ എന്ന് പറയാം. അതായത് ഈ ട്രിബ്യൂണലുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്? സാധാരണ കോടതികളിൽ അമിതഭാരം കുറയ്ക്കാനും നിർദ്ദിഷ്ട വിഷയങ്ങളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കാനും ഒക്കെ വേണ്ടിയുള്ള ആവശ്യത്തിനാണ്. ഉദാഹരണത്തിന് ഇപ്പം തൊഴിൽ സംബന്ധമായ ഒരു ഉദ്യോഗസ്ഥൻ്റെ ജോലി സംബന്ധമായുള്ള പ്രശ്നങ്ങളൊക്കെ ട്രിബ്യൂണലുകളിൽ പരിഹരിക്കപ്പെടും. അതുപോലെ തന്നെ സ്വത്ത് സംബന്ധിച്ച ചില കാര്യങ്ങളൊക്കെ ട്രിബ്യൂണലുകളിൽ പരിഹരിക്കപ്പെടും അല്ലേ. അത്തരം പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാങ്കേതികമായ ഭരണപരമായ കാര്യങ്ങളിൽ വിദഗ്ധമായ തീരുമാനം എടുക്കാൻ സഹായിക്കുന്ന ജുഡീഷ്യൽ പവറാണ് എന്ത്? ട്രിബ്യൂണലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രൊഹിബിഷൻ എന്ന റിട്ട് എപ്പോഴാണ് പുറപ്പെടുവിക്കുക? അതായത് ഇപ്പോൾ കീഴ്ക്കോടതിയോ ട്രിബ്യൂണലുകളോ ഒരു വിധി പുറപ്പെടുവിക്കുന്നതിന് മുമ്പെയാണ് പ്രൊഹിബിഷൻ റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ കഴിയുന്നത്. ഓക്കെ, അതായത് ഒരു കീഴ്ക്കോടതി അല്ലെങ്കിൽ ട്രിബ്യൂണലുകളോ തങ്ങളുടെ, അതായത് കീഴ്ക്കോടതിയുടെ ട്രിബ്യൂണലുകളുടെ അധികാരപരിധി ലംഘിക്കുകയോ അവരുടെ നിയമത്തിന് വിരുദ്ധമായി ചില പ്രവർത്തികൾ മുന്നോട്ട് വെക്കുകയോ ചെയ്യുമ്പോൾ, അത് പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവരുടെ നടപടികളെ തടയാൻ വേണ്ടി പുറപ്പെടുവിക്കുന്ന റിട്ടാണെന്ത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് കേസിൻ്റെ വിധി വരുന്നതിന് മുമ്പാണ് ഹൈക്കോടതി സുപ്രീം കോടതിയെ പുറപ്പെടുവിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതായത് കീഴ്ക്കോടതി മീൻസ് ട്രിബ്യൂണലുകളല്ലേ മറ്റ് കീഴ്ക്കോടതികളിൽ ഈ നൽകപ്പെട്ടുള്ള ഒരു കേസിന് വിധി വരുന്നതിന് മുമ്പ് പുറപ്പെടുവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന് പ്രിവെൻറ്റീവ് റിട്ട് എന്ന് പറയും. അതായത് ആ വിധിയെ തടയുക. ഓക്കെ, അതിനെയാണ് പ്രിവെൻറ്റീവ് റിട്ട് എന്ന് പറയുന്നത്. നമുക്കൊരു ഉദാഹരണം എടുത്ത് പറയുകയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ കൺസ്യൂമർ കോർട്ടിലൊക്കെ അല്ലെ സിവിൽ കോർട്ടിലൊക്കെ പല നഷ്ടപരിഹാരങ്ങൾക്കൊക്കെ പലരും കേസ് കൊടുക്കാറുണ്ട് അല്ലേ. കേരളത്തിലൊരു സിവിൽ കോടതിക്ക് ഒരു വിഷയത്തിൽ പരമാവധി 10 ലക്ഷം രൂപയുള്ള സാമ്പത്തിക തർക്കങ്ങൾ മാത്രം പരിഹരിക്കാൻ അധികാരമുള്ളൂ എന്ന് കരുതൂ. അത് കേരളത്തിലൊരു സിവിൽ കോടതി ഹൈക്കോടതി അങ്ങനെ കുറേ കോടതികളുണ്ടല്ലോ. അപ്പോൾ കേരളത്തിലൊരു സിവിൽ കോടതിക്ക് പരമാവധി 10 ലക്ഷം രൂപ വരെയുള്ള സാമ്പത്തിക തർക്കങ്ങൾ മാത്രമേ പരിഹരിക്കാൻ അധികാരമുള്ളൂ എന്ന് കരുതൂ. എന്നാൽ ഈ കോടതിയിൽ ഇപ്പോൾ കേസ് നൽകപ്പെട്ടിട്ടുള്ള 50 ലക്ഷം രൂപയുടെ തർക്ക പരിഹാരത്തിനാണ്. അങ്ങനെ കോടതി ആ കേസ് പരിഗണിക്കുകയാണ്, ഫയലിൽ സ്വീകരിക്കുകയും ട്രയൽ ആരംഭിക്കുകയും ചെയ്യുകയാണെന്ന് കരുതൂ. അതായത് കോടതി ആ ഒരു കേസ് ഫയലിൽ സ്വീകരിക്കുകയും അതിന്മേലുള്ള ട്രയൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സിവിൽ കോടതിയുടെ അധികാര പരിധിക്കുള്ളിൽ നിൽക്കുന്ന കാര്യമാണോ? അല്ല.
അതായത് നമുക്ക് അതിന് ഓരോ സ്ലാബുകളുണ്ട്. ഈ കോടതിക്ക് ഇപ്പോൾ കീഴ്ക്കോടതിക്ക് ഇത്ര, ഹൈക്കോടതിക്ക് ഇത്ര. ഇപ്പോൾ ചില കേസുകൾ ഇപ്പോൾ 1 കോടിക്ക് മുകളിലുള്ള സുപ്രീം കോടതിക്ക്, അല്ലെ 10 കോടിക്ക് മുകളിലുള്ള സുപ്രീം കോടതി, അങ്ങനെ ഓരോ സ്ലാബുകളുണ്ട് ഇത്ര പരിഹരിക്കാനുള്ള പരമാവധി. ഇപ്പം ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഇത് കീഴ്ക്കോടതിയുടെ അല്ലെ ട്രിബ്യൂണലുകൾ അധികാര പരിധിയിലും കടന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അധികാര പരിധി കീഴ്ക്കോടതികളോ ട്രിബ്യൂണലുകളോ ലംഘിക്കുമ്പോൾ ഈ ഒരു കേസിൽ അന്തിമ വിധി, അതായത് ഫൈനൽ വേർഡിക്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ എന്താണ്, ഈ ബാധിക്കപ്പെട്ട കക്ഷിക്ക് ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ഹൈക്കോടതി കാര്യങ്ങൾ പരിശോധിച്ച് ആ സിവിൽ കോടതിയോട് ആ കേസിൻ്റെ നടപടികൾ ഉടൻ തന്നെ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് പ്രൊഹിബിഷൻ എന്ന റിട്ട് പുറപ്പെടുവിക്കുന്നു. ഓക്കെ, അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇപ്പോൾ കോടതി തെറ്റായ വഴിയിലൂടെ പോകുമ്പോൾ വിധി പറയുന്നതിന് മുമ്പ് അവിടെ നിർത്തൂ, നിങ്ങൾക്ക് അതിനുള്ള അധികാരമില്ല, അതിനുള്ള അധികാരം ഞങ്ങൾക്കാണ്, അല്ലാതെ അതിന് അധികാരമുള്ള കോടതികളിലേക്ക് ആ കേസ് നൽകണം. അതുകൊണ്ട് നിങ്ങളുടെ അധികാര പരിധിയിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്ന് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ കീഴ്ക്കോടതികളോടോ ട്രിബ്യൂണലുകളോടോ പറയാൻ ഉപയോഗിക്കുന്ന, എന്നിട്ട് അവരുടെ ആ വിധി വരുന്നതിന് മുമ്പ് ആ കേസിൻ്റെ തീർപ്പ് തടയുന്ന ഒരു റിട്ടാണ് എന്ത്, പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഏതാണ്, അതായത് 4ാമത്തെ റിട്ട് സെർഷ്യോററി ആണ്. എന്താണ് സെർഷ്യോററി എന്ന് പറഞ്ഞാൽ, ഏകദേശം പ്രൊഹിബിഷനുമായി സിമിലർ ഉള്ള ഒരു റിട്ടാണ് സെർഷ്യോററി. അതായത് സാക്ഷ്യപ്പെടുത്തൽ, ടു ബി സർട്ടിഫൈഡ് എന്നാണ് പറയുക, സാക്ഷ്യപ്പെടുത്തുക. അതിന് ഉദ്ദേശം എന്താണ്, ഇത് തന്നെയാണ്, കീഴ്ക്കോടതിയോ അല്ലെങ്കിൽ ട്രിബ്യൂണലിൻ്റെ ഉത്തരവിനെ റദ്ദ് ചെയ്യുകയാണ്. അതായത് നമ്മൾ പ്രൊഹിബിഷനിൽ ഒരു വിധി വരുന്നതിന് മുമ്പേ ആയിരുന്നു ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ആ കേസിന്മേലുള്ള തീർപ്പ് കൽപ്പിക്കുന്നത്. എന്നാൽ സെർഷ്യോറലിലേക്ക് വരുമ്പോൾ വിധി വന്നതിന് ശേഷവും അതിലുള്ള തെറ്റുകുറ്റങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ സെർഷ്യോററി വഴി കഴിയും. ഓക്കെ, സെർഷ്യോററിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, കീഴ്ക്കോടതി അധികാര പരിധി ലംഘിച്ച് നൽകിയ വിധിയെ റദ്ദാക്കുക. അതായത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തല്ലോ, ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ അധികാര പരിധി കീഴ്ക്കോടതിക്ക് ട്രിബ്യൂണലുകളിലോ അല്ലെങ്കിൽ, പക്ഷെ 50 ലക്ഷത്തിൻ്റെ കേസ്, 10 ലക്ഷത്തിൻ്റെ അധികാര പരിധി പോലും 10 ലക്ഷത്തിൻ്റെ കേസ് പോലും എടുക്കാനുള്ള ഒരു അധികാരം പരിധി ട്രിബ്യൂണലുകൾക്ക് കീഴ്ക്കോടതികൾക്കോ ഇല്ലെങ്കിൽ പോലും അവർ 50 ലക്ഷത്തിൻ്റെ കേസിൽ വിധി പ്രസ്താവിക്കുന്നു, വിധി ട്രയൽ തുടങ്ങുന്നു നോക്കൂ. അപ്പം വിധി പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ഇടപെട്ടിട്ട് നിർത്തിവെക്കൂ എന്ന് കോടതി ആജ്ഞാപിക്കുന്നതാണ് പ്രൊഹിബിഷൻ. എന്നാൽ ഇത് വിധി പുറപ്പെടുവിച്ചതിന് ശേഷം അത് റദ്ദാക്കാൻ, ആ വിധിയെ റദ്ദാക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ടാണെന്ത്, സെർഷ്യോററി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ 5ാമത്തെ റിറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 5ാമത്തെ റിട്ട് ഏതാണ്, കോ വാറണ്ടോ എന്ന് പറയും. കോ വാറണ്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് അധികാരത്താൽ, ബൈ വാട്ട് അതോറിറ്റി, അതായത് എന്ത് അധികാരത്താലാണ് എന്ന് ചോദിക്കുകയാണ്. അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നിയമവിരുദ്ധമായി വഹിക്കുന്ന, അതായത് ഒരു വ്യക്തി ഒരു സർക്കാർ ജോലി, ഒരു പൊതു പദവി നിയമവിരുദ്ധമായിട്ടാണ് അയാൾ ആ പദവിയിൽ കയറിയതെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം PSCൻ്റെ ഓരോ ഇഷ്യൂസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, PSCയിലെ മുൻകാല നിയമനങ്ങളെക്കുറിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഇല്ലീഗലായിട്ട് ഒരാൾ ഇതുപോലെ സർക്കാർ ജോലി പ്രവേശിച്ചു എന്ന് കരുതൂ, അതായത് നിയമിതനായി എന്ന് കരുതൂ സർക്കാർ ജോലിയിൽ, എന്തെങ്കിലും സ്വാധീനങ്ങളാലോ മറ്റോ. അപ്പോൾ അവിടെ അത് പരിശോധിച്ചുകൊണ്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ആവശ്യപ്പെടുകയാണ് എന്ത്,
എന്ത് അധികാരത്തിലാണ് നിങ്ങൾ ഈ ജോലിയിൽ കയറിയിരിക്കുന്നത് എന്ന് കോടതി ചോദിക്കാൻ ഉപയോഗിക്കുന്ന റിട്ടാണ് എന്ത്? കോ വാറന്റോ. അതായത് നിങ്ങൾ ഈ ഒരു വ്യക്തി ഒരു സർക്കാർ ജോലി പ്രവേശിച്ചു. അപ്പോൾ പ്രവേശിക്കുമ്പോൾ അയാൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് കോടതി പരിശോധിക്കുന്നു. എന്നിട്ട് യോഗ്യതയില്ലെങ്കിൽ അയാളോട് ചോദിക്കുന്നു, അയാളോട് പറയുന്നു, ആവശ്യപ്പെടുന്നു കോടതി എന്ത്? നിങ്ങൾ ഈ ജോലി ചെയ്യാനുള്ള നിങ്ങളുടെ അധികാരം തെളിയിക്കുക പറയുന്നു. അതായത് ഈ ഒരു കോ വാറന്റോ എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിക്ക്, ഏതൊരു പൗരനും കേസ് ഫയൽ ചെയ്യാം. ലോക്കസ് സ്റ്റാൻഡി ആവശ്യമില്ല ഇവിടെ. ഓക്കെ, ഏതൊരു വ്യക്തിക്കും കേസ് ഫയൽ ചെയ്യാം കോ വാറന്റോയിൽ. കോ വാറന്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് അധികാരത്തിലാണ് നിങ്ങൾ ഈ ഒരു ചെയറിൽ കയറി ഇരിക്കുന്നത് എന്ന് കോടതി, ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ചോദിക്കുന്നതാണ് കോ വാറന്റോ. ഓക്കെ, ബൈ വാട്ട് അതോറിറ്റി ഓർ വാറന്റ്. ഒരാൾ അനധികൃതമായ ഒരു സർക്കാർ പദവി കൈക്കലാക്കുന്നത് തടയുക എന്നതാണ് ഈ കോ വാറന്റോയുടെ ഉദ്ദേശ്യം. ഇനി മറ്റുദാഹരണങ്ങൾ വേണോ? വേണമെങ്കിൽ പറയാട്ടോ. അതായത് ഒരു ഗവൺമെൻറ് കോളേജാണെന്ന് കരുതൂ. ഒരു ഗവൺമെൻറ് കോളേജിൽ ഒരു പ്രിൻസിപ്പൽ ആവാൻ വേണ്ടിയിട്ട് നിശ്ചിത യോഗ്യതകൾ ആവശ്യമുണ്ടല്ലോ അല്ലേ? ഒരു ഗവൺമെൻറ് കോളേജിൽ ഒരാൾക്ക് ഒരു പ്രിൻസിപ്പൽ ആവണമെങ്കിൽ നിശ്ചിത യോഗ്യതകൾ ആവശ്യമുണ്ട്. എന്നാൽ ചില വ്യക്തികൾ തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് യോഗ്യതയില്ലാത്ത ഒരാൾ ആ പദവിയിൽ കയറിയിരിക്കുന്നു. അതായത് രാഷ്ട്രീയ സ്വാധീനമോ മറ്റെന്തെങ്കിലും കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടോ കള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടൊക്കെ ചില ആളുകൾ ആ പദവിയിൽ കയറിയിരിക്കുന്നു എന്ന് കരുതൂ. ഇപ്പോൾ ഇന്നലത്തെ ചാനൽ ചർച്ച കണ്ടാൽ അറിയാം. ഇന്നലെ ചാനൽ ചർച്ചയിൽ പറയുന്നതായിരുന്നു, പല ആളുകളും PSCയിൽ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് അവർക്ക് ഇല്ലാത്ത യോഗ്യതകൾ ഉണ്ടാക്കിയ സർട്ടിഫിക്കറ്റ്. അതായത് എനിക്കത് അറിയില്ല കേട്ടോ, ഉണ്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലത്തെ ചാനൽ ചർച്ചനെ ബേസ് ചെയ്ത് മാത്രം പറയുകയാണ്. അതായത് നിങ്ങൾ ഒരു ഒഫീഷ്യലായിട്ട് ഞാനത് ഒരു എന്താ പറയുക, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട് എന്ന് പറയല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇന്നലെ ചാനൽ ചർച്ചനെ അധികരിച്ചിട്ട് ഇന്നലത്തെ ചാനൽ ചർച്ചയിൽ ഉണ്ടായ ഒരു കാര്യം പറയുക മാത്രമാണ് ചെയ്യുന്നത്. അതായത് ചാനൽ ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നത് PSC മെമ്പർ ആവാൻ വേണ്ടി പലരും അവർക്ക് യോഗ്യത ഇല്ലാഞ്ഞിട്ടും കൃത്രിമമായിട്ടുള്ള യോഗ്യത ഉണ്ടാക്കിയിട്ട് ജോലി പ്രവേശിച്ചു എന്ന്. അത് തെളിയിക്കപ്പെടുകയാണെങ്കിൽ അവിടെ എന്ത്? കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് എന്തായിരിക്കും? ആ വ്യക്തിയോട് അധികാരം ചോദിക്കാൻ, കാരണം ചോദിക്കാൻ വേണ്ടിയിട്ട് കോ വാറന്റ് ആയിരിക്കും. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ഒരാൾ ഒരു സർക്കാർ കോളേജിലെ പ്രിൻസിപ്പൽ ആണെന്ന് കരുതൂ. ഒരു വ്യക്തി ഒരു സർക്കാർ കോളേജിൽ പ്രിൻസിപ്പൽ ആകാൻ വേണ്ടിയിട്ട്, പ്രിൻസിപ്പൽ കോളേജിന് ചില മാൻഡേറ്ററി ആയിട്ട് ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ട് അല്ലേ? അങ്ങനെ ആ ഒരു നിശ്ചിത യോഗ്യത ആ വ്യക്തിക്ക് ഇല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് ആ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിൻറ്റഡ് ആയതെന്ന് വെക്കൂ. അങ്ങനെ യോഗ്യത ഇല്ലാത്ത ഒരാൾ ആ പദവിയിൽ കയറിയിരിക്കുമ്പോൾ ആ വ്യക്തി എന്ത് അധികാരത്തിൻ്റെ, എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ആ കസേരയിൽ ഇരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കോടതിക്ക് കോ വാറന്റോ റിട്ട് പുറപ്പെടുവിക്കാം. അപ്പം അയാൾ നൽകുന്ന മറുപടി, അയാളോട് മറുപടിയാണ് ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് അധികാരത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നൽകുന്ന മറുപടി കൃത്യമല്ലെങ്കിൽ, മീൻസ് എന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി അവിടെ നടന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന പക്ഷം അയാൾ ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്യും. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രൊഹിബിഷനും സെർഷ്യോറും ചില സിമിലാരിറ്റി ഉണ്ടെന്ന്. എന്നാൽ അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് ആ വ്യത്യാസം ഒന്ന് പരിശോധിക്കാം. ഓക്കെ, പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ വിധിക്ക് മുമ്പാണ്, ബിഫോർ ദ ജഡ്ജ്മെൻ്റ് ആണ് പ്രൊഹിബിഷൻ പുറപ്പെടുവിക്കുന്നത്. പ്രൊഹിബിഷൻ റിട്ട് പുറപ്പെടുപ്പിക്കുന്ന എപ്പോഴാണ്? വിധിക്ക് മുമ്പാണ്, ബിഫോർ ദ ജഡ്ജ്മെൻ്റ് ആണ് അല്ലേ? എന്നാൽ സെർഷ്യോറിലേക്ക് വരുമ്പോൾ വിധിക്ക് ശേഷമാണ്. അതായത് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞുള്ള കാര്യങ്ങൾ തന്നെ, അതായത് 10 ലക്ഷത്തിൻ്റെ അധികാരപരിധിയുള്ള ഒരു കീഴ്ക്കോടതിയോ ഒരു ട്രിബ്യൂണലോ 50 ലക്ഷത്തിൻ്റെ മേലുള്ള കേസ് ട്രയൽ എടുക്കുന്നു, വിധി പുറപ്പെടുവിക്കുന്നു എന്ന് വെക്കൂ. അപ്പം വിധി പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് കോടതി ഇടപെടുന്നത് പ്രൊഹിബിഷൻ എന്ന റിട്ട് പ്രകാരമാണ്. എന്നാൽ വിധിക്ക് ശേഷമാണെങ്കിൽ അത് സെർഷ്യോററിയാണ്. പിന്നെ പ്രൊഹിബിഷൻ എന്ന പ്രിവെൻറ്റീവ് റിട്ടാണ്. സെർഷ്യോററി എന്ന് പറഞ്ഞാൽ പ്രതിവിധിയാണ്, ക്യൂറേറ്റീവാണ്. ഓക്കെ, പ്രൊഹിബിഷൻ നടപടി നിർത്തുകയാണ്, സ്റ്റോപ്പ് പ്രൊസീഡിങ്സ് ആണ് ചെയ്യുന്നത്. എന്നാൽ സെർഷ്യോററിലേക്ക് വരുമ്പോൾ ഉത്തരവ്
റദ്ദാക്കുകയാണ്. അതായത് ക്രഷ് ഓർഡർ ആണ്. അതായത് പ്രൊഹിബിഷൻ എന്ന് പറയുമ്പോൾ ഭാവിയിലേക്കാണ്, ഫ്യൂച്ചർ ആക്ഷൻ ആണ്. സെർഷ്യോറി എന്ന ഭൂതകാലത്തിലേക്കാണ്, പാസ്റ്റ് ആക്ഷൻ ആണ്. അതായത് കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് സെർഷ്യോററി. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ഒരു സംഭവത്തെ തടയുന്നതിനാണ് പ്രൊഹിബിഷൻ. ഇതാണ് ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം. ഓക്കെ. പിന്നെ ഇത് തമ്മിലുള്ള ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു. ആർട്ടിക്കിൾ 32 എന്താണ്? സുപ്രീം കോടതിയാണ്. അവിടെ മൗലിക അവകാശം നടപ്പാക്കാനാണ് സുപ്രീം കോടതിയെ നമുക്ക് സമീപിക്കാവുന്നത്, അതായത് മൗലിക അവകാശം ലംഘിക്കപ്പെട്ടാൽ. എന്നാൽ ആർട്ടിക്കിൾ 226 ഹൈക്കോടതിയിലാണ്. ഹൈക്കോർട്ടിൽ എന്താണ്? മൗലികാവകാശവും കൂടാതെ മറ്റ് നിയമപരമായ അവകാശങ്ങളും എവിടേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടും? ഹൈക്കോർട്ടിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയെ അപേക്ഷിച്ച് റിട്ടുകളുടെ കാര്യത്തിൽ ഹൈക്കോടതിയുടെ അധികാര പരിധി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വിശാലമാണ്, അല്ലേ? സുപ്രീം കോടതിയിൽ എന്താണ്? മൗലികാവകാശം തന്നെയാണ്, മൗലികാവകാശം ലംഘിക്കപ്പെട്ടാൽ തന്നെയാണ് നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. എന്നാൽ സുപ്രീം കോടതിക്ക് ഈ മൗലികാവകാശം ലംഘിക്കപ്പെട്ടിട്ട് റിട്ട് പുറപ്പെടുവിക്കുന്നത് നിരസിക്കാൻ കഴിയില്ല. എന്നാൽ ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ അത് മൗലികാവകാശത്തിൻ്റെ കൂടെ എന്താണ് മറ്റൊരു കാര്യമുണ്ട്, അധികാരം അല്ലെ പവർ എന്ന് പറയുന്നൊരു ഘടകം കൂടെ അവിടെ വരും. പക്ഷേ സുപ്രീം കോടതിക്ക് നിരസിക്കാൻ പറ്റാത്തത് ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിൻ്റെ കീഴിൽ വരുമ്പോൾ എന്താണ്? ഹൈക്കോടതിന് അത് വിവേചനാധികാരമുണ്ട്. ആവശ്യമെങ്കിൽ നിരസിക്കാം, അല്ലേ? ആവശ്യമെങ്കിൽ നിരസിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ. നിങ്ങളൊരു PSC എക്സാമിനോ അല്ലെങ്കിൽ ഏതെങ്കിലും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇനിയും തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുകയോ അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയോ ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, നിങ്ങൾക്കൊരു പരീക്ഷയെ ക്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കണ്ടൻറ്റും അടങ്ങിയ വീഡിയോസ് ഈ ഒരു ചാനലിലും ഈ ഒരു പേജിലും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കൂടെ നിന്നാൽ ഒരുമിച്ച് പോവാം. ഓക്കെ.